അത്തം വന്നു പിറന്നല്ലോ, മത്തപ്പൂക്കൾ വിടർന്നല്ലോ, അമ്മയ്ക്കെപ്പോഴും ആയാസം, ഞങ്ങൾക്കെല്ലാം ഉല്ലാസം. കൈകളിലേന്തി പൂക്കൂട, കാടുകൾ തേടി പൂ നേടാൻ, കുഞ്ഞിക്കൈവിരൽ കണ്ടപ്പോൾ കുസൃതിപ്പൂവുകൾ ചെരിതൂകി. ഇത് കുട്ടികളുടെ മനസ്സിലിരുന്ന് കുട്ടിയാ ഞാൻ 14 വയസ്സിൽ അങ്ങനെ പ്രായമൊന്നും ആയില്ലല്ലോ, 14 എഴുതിയ കവിതയാണ്. ഇതാണ് എൻ്റെ ആദ്യത്തെ ഓണപ്പാട്ട്. അതിനുശേഷം എത്രയെത്ര ഓണപ്പാട്ടുകൾ എഴുതി. അപ്പോൾ ഓണമായിരുന്നു സന്തോഷത്തിൻ്റെ സമയം. അപ്പോൾ ഓണക്കാലം സാമ്പത്തികമായി എത്ര ബുദ്ധിമുട്ടാണെങ്കിലും ഓണം അമ്മ നന്നായി ആഘോഷിക്കും. മക്കൾ ആഗ്രഹിക്കുന്നതെല്ലാം തരും. വളരെ കഷ്ടപ്പെട്ടാണ് പാവ അതെല്ലാം ഉണ്ടാക്കുന്നത്. പാട്ടിനൊരു ഗന്ധമുണ്ട്, അത് എനിക്കറിയാം. നിങ്ങളിൽ പലർക്കും അറിയാൻ പാടില്ല. ഇപ്പം എൻ്റെ കുറ്റമല്ല. എൻ്റെ പാട്ടുകൾക്കൊരു ഗന്ധമുണ്ട്. ഓരോ പാട്ടും വരുമ്പോൾ ആ ഗന്ധം എൻ്റെ മനസ്സിനുള്ളിലേക്ക് കടന്നു വരും. അപ്പം അങ്ങനെ ഈ തിരുവോണകാലവും എനിക്ക് എൻ്റെ ഓർമ്മകളുടെ കാലമാണ്. തിരുവോണപ്പുലരി തൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി, തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി. അർജുനൻ മരിച്ചതിന് ശേഷം ഓണം വന്നാൽ അർജുനൻ ഈ പാട്ടുമായിട്ട് വരും എൻ്റെ ഓർമ്മകളിലേക്ക്. അങ്ങനെ എത്രയെത്ര പൂവണിപ്പൊന്നും ചിങ്ങം വീരുന്നു വന്നു, പൂമകളെ നിന്നോർമകൾ പൂത്തുലഞ്ഞു, കാറ്റിലാടും തെങ്ങോലകൾ കളി പറഞ്ഞു, കളിവഞ്ചിപ്പാട്ടുകൾ നെഞ്ചിൽ വിരിഞ്ഞു. ഓണത്തിൻ്റെ സമൃദ്ധി ആസ്വദിക്കാൻ കഴിയാത്ത നമ്മുടെ താഴേക്കിടയിലുള്ള പാവപ്പെട്ട ജനങ്ങളുടെ വേദനയെക്കുറിച്ച് എഴുതിയിട്ടുള്ളത്. അതാണ് തിരുവോണത്തിൻ കോടിയുടുക്കാൻ കൊതിക്കുന്നു തെരുവിൻ മക്കൾ, അവർക്കില്ല പൂമുറ്റങ്ങൾ പൂനിരത്തുവാൻ, വയറിൻ്റെ രാഗം കേട്ടേ മയങ്ങുന്ന വാമനന്മാർ, അവർക്കോണക്കോടിയായി നീവാ ഉത്രാടപ്പൂനിലവേവാ. നമുക്കെല്ലാവർക്കും ദുഃഖമുണ്ടാകും. ഓരോ ദിവസം പത്രത്തിൽ നമ്മൾ എന്തെല്ലാം വായിക്കുന്നു, എത്രയെല്ലാം ദുഃഖ സംഭവങ്ങൾ വായിക്കുന്നു. എങ്കിലും നമ്മുടെ സംസ്കാരമാണ് ഓണം. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. എല്ലാവരും ആഹ്ലാദത്തോടുകൂടി ഓണത്തെ സമീപിക്കുക, ദുഃഖങ്ങൾ മറക്കുക, ആ ദിവസങ്ങളിൽ സമാധാനമായിരിക്കുക. എല്ലാവർക്കും നന്മ തരുന്നു.